പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ടായിരിക്കാൻ സ്വർഗത്തിലധികം ഇടയാക്കിയതിനെ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം ചെയ്യുന്ന പോലെ പ്രവർത്തി ചെയ്യാൻ കഴിയുന്ന മറ്റ് ഒന്നുമില്ല. നമ്മൾ വീണതും തകർന്നതും നമ്മുടെ ജീവിതത്തിനകത്ത് ശൂന്യതയായതും ഒക്കെ ഇങ്ങനെ പിശാച് മൈൻഡിൽ കൊണ്ട് കാണിച്ച് നമ്മളെ നിരാശപ്പെടുത്താൻ നോക്കും. പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്നെ വിളിച്ച ദൈവം, എന്നെ തെരഞ്ഞെടുത്ത ദൈവം, ലോക സ്ഥാപനത്തിന് മുമ്പേ, അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ടവനായ ദൈവം, അവനൊരു ഗ്രേറ്റ് പ്ലാൻ ഉണ്ട്, അവനൊരു ഉയർന്ന പദ്ധതി ഉണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ നിവർത്തിച്ചിരിക്കും. അതെന്റെ ജീവിതത്തിൽ നിവർത്തിച്ചിരിക്കും. ഒരു സംശയം ആ കാര്യത്തിന് വേണ്ട. അവൻ അത് എൻ്റെ ജീവിതത്തിൽ നിവർത്തിച്ചിരിക്കും. കാരണം വചനത്തിൽ എഴുതിയത് അത് നേരം പോക്കിന് എഴുതിയതല്ല, അത് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എഴുതിയതല്ല, എന്നിൽ നിവർത്തിക്കാനായിട്ട് തന്നെ എഴുതി വെച്ചിരിക്കുന്ന. അവൻ പറഞ്ഞ ഓരോ വാക്കുകളും എന്നിൽ നിവർത്തിയാകും. കർത്താവ് പറഞ്ഞ ഓരോ വാക്കും എന്നിൽ നിവർത്തിയാകും. ആ ബോധ്യം നമുക്കുണ്ടാവണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിനകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന പോലെ, തളർന്നു പോകുന്ന പോലെ, തകർന്നു പോകുന്ന പോലെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഇന്ന് ഹല്ലേലൂയ അവന്റെ വിശ്വസ്തത നിങ്ങൾ വെളിപ്പെടുമ്പോൾ, അതെ ഹല്ലേലൂയ, നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിട്ടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചത് നാം തകർന്നു പോകാനായിട്ടല്ല, നാം നശിച്ചു പോകാനായിട്ടല്ല, നാം ഒരു അനുഗ്രഹമായി മാറാനായിട്ട്, നാം ഒരു സാക്ഷ്യമായി തീരാനായിട്ട്, നാം ഹല്ലേലൂയ അനേകരുടെ മുമ്പിൽ ക്രിസ്തു ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനായ കർത്താവ് ജീവിക്കുന്നു എന്ന് തെളിവായിട്ട് കർത്താവ് നിങ്ങളെ എന്നെ നിർത്തിയിരിക്കുന്നു. ആമേൻ. അതുകൊണ്ട് ഒരു കാരണവശാലും ഒന്നിന്റെ മുമ്പിലും പതറിപ്പോകാതെ, തളർന്നു പോകാതെ, ധൈര്യത്തോടെ വിളിച്ചവൻ വിശ്വസ്തനാണെന്നുള്ള അസാമാന്യമായ ഒരു ബോൾനെസ്സോടുകൂടെ പോവുക. ഒരിടത്തും നിങ്ങൾ തകർന്നു പോകത്തില്ല. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ, ആമേൻ, കർത്താവ് അബ്രഹാമിന് ഒരു പ്രോമിസ് കൊടുത്തു. അബ്രഹാമിന് കൊടുത്ത പ്രോമിസ് എങ്ങനെയാണ്? ലോക അവകാശിയാകും എന്ന വാഗ്ദത്തം. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. അവിടെ ലോക അവകാശിയാകും എന്ന വാഗ്ദത്തം എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല, വിശ്വാസത്തിന് നീതിയാണല്ലോ ലഭിച്ചത്. അബ്രഹാമിന് ഒരു പ്രോമിസ് കിട്ടി, ലോക അവകാശിയാകും. ഈ ലോക അവകാശിയാകും എന്നുള്ള പ്രോമിസ് അബ്രഹാമിന് നൽകപ്പെടുന്നത്, ആമേൻ, ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ന്യായപ്രമാണത്തല്ല, വിശ്വാസത്തിന് നീതിയാണ്. അപ്പൊ അവിടെ നമുക്ക് ലോക അവകാശിയാകുമെന്ന വാഗ്ദത്തം, ലോക അവകാശിയാകുമെന്ന വാഗ്ദത്തം, ലോകാവകാശം. അതായത് നമുക്കറിയാം, ആദമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26 കർത്താവ് പറഞ്ഞൊരു കാര്യം എന്താണ്? നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. എന്നാൽ 27-ാം വാക്യത്തിൽ പറയുന്നത് അവരെ ഉണ്ടാക്കി. 28-ാം വാക്യത്തിൽ പറയുന്നത് അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, അവരെ അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ച അവരോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: നിങ്ങൾ ഇതിനെ അടക്കി വാഴണം. അവർക്ക് കൊടുത്ത കൽപ്പനയായിട്ടാണ് ഇവിടെ വചനത്തിൽ നമ്മൾ അതിനെ കാണുന്നത്. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിനെന്ന് അവരോട് കൽപ്പിച്ചു. ആമേൻ. അവരോട് വാഴാനായിട്ട് കൽപ്പിച്ചു. അപ്പൊ അവരെ വർദ്ധിക്കുക, അടക്കി വാഴുക, അത് കർത്താവ് അവരോട് പറഞ്ഞ കാര്യമാണ്. അടക്കി വാഴുക. അപ്പൊ അത് അടക്കി വാഴാനായിട്ട് കർത്താവ് അവരുടെ മേൽ അവർക്ക് അനുഗ്രഹവും കൽപ്പനയും കൊടുത്തു. അടക്കി വാഴുക. ഇങ്ങനെ അടക്കി വാഴാനായിട്ട് ദൈവം അവർക്ക് അത് കൊടുത്തു. ആദമിന്റെ കയ്യിൽ ലോകത്തെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് വേണം പറയാനായിട്ട്. അതായത് ദൈവം സൃഷ്ടിച്ച മറ്റെന്തിനേക്കാളും മറ്റെല്ലാം മനോഹരമായ പലതുണ്ട് അല്ലെ. നമ്മൾ ഇന്ന് കാണുമ്പോൾ ചിത്രശലഭങ്ങൾ എത്രയോ മനോഹരമായി, ചില ജീവജാലങ്ങൾ എത്രയോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്, കാണാൻ എത്രയോ സൗന്ദര്യമുള്ളത്. വലിപ്പം കൊണ്ട് നോക്കിയാൽ മനുഷ്യനേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമുള്ള പലതുമുണ്ട്. ശക്തി കൊണ്ട് നോക്കിയാൽ മനുഷ്യനേക്കാൾ എത്രയോ ശക്തിയുള്ള പലതുമുണ്ട്. എന്നാൽ മനുഷ്യനിൽ ദൈവം കണ്ടത് തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കി. തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ദൈവം ആ മനുഷ്യന്റെ കയ്യിൽ സകലതും ഏൽപ്പിച്ചു. അപ്പൊ മനുഷ്യനില് ദൈവത്തിന്റെ സാദൃശ്യം, മനുഷ്യനിലാണ് ദൈവത്തിന്റെ സാദൃശ്യം, ദൈവത്തിന്റെ സ്വരൂപം. അതുകൊണ്ട് തന്നെ അവന്റെ കയ്യിൽ ഇതിന്റെ മുഴുവൻ അധികാരവും ഇതിന്റെ മുഴുവൻ പവറും മനുഷ്യന്റെ കർത്താവ് കൊടുത്തു.
എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, സങ്കീർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, നമുക്കിത് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ ഇത് കാണാൻ സാധിക്കും. എന്നാൽ സങ്കീർത്തനം 8-ന്റെ 5 ആണ് അത് എഴുതിയിരിക്കുന്നതുകൊണ്ട് നമുക്കത് 2 സ്ഥലത്തു നിന്ന് വായിക്കാം. രണ്ടിടത്തും സെയിം ആയിട്ട് തന്നെ എഴുതിയിരിക്കുന്നത്. പക്ഷെ നമുക്കവിടെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. 4-ാം വാക്യം മുതൽ വായിക്കാം. മർത്യനെ നീ ഓർക്കേണ്ടതിനവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിനവൻ എന്തുമാത്രം. കാരണം എന്താണെന്നറിയോ? 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കാം, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ, അവയുടെ വലിപ്പവും അവയുടെ പ്രകാശവും അവയുടെ ശക്തിയൊക്കെ നോക്കുമ്പോൾ മനുഷ്യനെ ഓർക്കേണ്ടതിനവൻ എന്ത്. പക്ഷേ നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, ദൂതന്മാരെക്കാളെന്നാണ് അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവർത്തിക്ക് നീ അവനെ അധിപതിയാക്കി. ആമേൻ, ഹല്ലേലൂയ. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ കൈകളുടെ പ്രവർത്തിക്ക് നീ അവനെ അധിപതിയാക്കി, സകലതും അവന്റെ കാൽ കീഴാക്കി. ഇവിടെ ആദമിനെ ഹവ്വയുടെ കാര്യം പറയുന്നു. സകലത്തെയും അവന്റെ കാൽ കീഴാക്കി, നിന്റെ കൈകളുടെ പ്രവർത്തിക്ക് നീ അവനെ അധിപതിയാക്കി. അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് തേജസ്സും ബഹുമാനവും അണിയിച്ചു. എന്താണ് ഈ തേജസ്സും ബഹുമാനവും അണിയിച്ചു എന്ന് പറയുന്നത്? അപ്പൊ നമുക്ക് ദൈവം ആദമിനെ സൃഷ്ടിച്ചപ്പോൾ, ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി തന്റെ ജീവശ്വാസം അവന്റെ മേൽ ഊതി അവനോട് വാഴാനായിട്ട് പറഞ്ഞു. അപ്പൊ അവനിതെല്ലാം, ഇതിന്റെ എല്ലാം അധികാരം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇതിന്റെ എല്ലാം റോൾ, ഇതിന്റെ എല്ലാം പവർ ആദമിന് ഹവയ്ക്ക്. പക്ഷെ ഈ ആദമിനെ ഹവയെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അവരെ ദൈവം തേജസ്സും ബഹുമാനവും അണിഞ്ഞവരായിട്ട് സൃഷ്ടിച്ചു. തേജസ്സും ബഹുമാനവും അണിഞ്ഞവരായി. അപ്പൊ തേജസ്സും ബഹുമാനവും അണിഞ്ഞവരായിട്ട് നാം കാണുന്ന ഈ ആദമിനെയും ഹവ്വയും ദൈവം തന്റെ കൈകളുടെ പ്രവർത്തിക്ക് മുഴുവൻ അധിപതി എന്ന് പറഞ്ഞാൽ അവര് പറയുന്ന പോലെ കാര്യം നടക്കും. തന്റെ കൈകളുടെ പ്രവർത്തിക്ക് അവനെ അധിപതിയാക്കി, സകലതും അവന്റെ കാൽ കീഴാക്കി വെച്ചു. സകലതും അവന്റെ കാൽ കീഴാക്കി. അപ്പൊ അതൊരു എക്സ്ട്രാ ഓർഡിനറി പൊസിഷനാണ്. അങ്ങനെ ഇരിക്കുന്ന മനുഷ്യൻ ഒരു അബദ്ധം പറ്റും, അല്ലെ? അനുസരണക്കേട് കാണിച്ചു. അനുസരണക്കേട് കാണിച്ച ആദാമിനെ കുറിച്ച് റോമർ 3:23 ഇങ്ങനെയാണ് കാണുന്നത്, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി. അപ്പൊ തേജസ്സും ബഹുമാനം അണിഞ്ഞിരുന്നവനായ ആദം പാപം ചെയ്തപ്പോ തേജസ് നഷ്ടപ്പെടുത്തി. ഈ തേജസ് എന്ന് പറയുമ്പോൾ ഞാനതിനെ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്, ഗോഡ്സ് നേച്ചർ, ദൈവത്തിന്റെ പ്രകൃതം, ദൈവത്തിന്റെ സ്വരൂപം. ഗോഡ്സ് സ്വരൂപമല്ല, ദൈവത്തിന്റെ നേച്ചർ, ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്, ദൈവത്തിന്റെ ക്യാരക്ടർ അത് മനുഷ്യനുണ്ടാകും. നമുക്ക് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. അപ്പോൾ പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുക. തേജസ് പുത്രനുള്ളതാണ്, പുത്രന്മാർക്കുള്ളതാണ് തേജസ്. അപ്പൊ പുത്രത്വത്തിന്റെ സൈനാണ് ഗ്ലോറി. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ 2 കൊരിന്ത്യർ ലേഖനം 3:18 വായിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മള് 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ മൂടുപട നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. ഏത് പ്രതിമയായിട്ട്? ദൈവ മക്കളാകുന്ന പ്രതിമയായിട്ട് രൂപാന്തരപ്പെടും. ദൈവപുത്രന്റെ പ്രതിമയായി, അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്നത്. എങ്ങനെയാ? തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ചു. അത് തന്നെയാണ് റോമാലേഖനം 3-ാം അധ്യായത്തില് നമുക്ക് 29-ാം വാക്യത്തിൽ കാണുന്നത്. റോമാലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങൾ. അവിടെ നമുക്ക് വായിക്കാം, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻനിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു,
നീതീകരിച്ചു, അവരെ തേജസ്കരിച്ചു. നമുക്കറിയാം അബ്രഹാമിനെ നീതീകരിച്ചു. നീതിമാനായിരുന്നു ആര്? നോഹ. യോബിനെ കുറിച്ച് നീതിമാൻ എന്ന് പറയുന്നു. എന്നാൽ ഇവരെല്ലാം നീതീകരിക്കപ്പെട്ടവരെങ്കിൽ തേജസ്കരിക്കപ്പെട്ടിരുന്നില്ല. എന്താണ് തേജസ്കരിക്കപ്പെടുക എന്ന് പറയുന്നത്? തേജസ് എന്ന് പറയുമ്പോൾ പുത്രത്വത്തിന്റെ അടയാളമാണ് തേജസ്. അപ്പോൾ ആദാം പാപം ചെയ്തപ്പോൾ തേജസ് നഷ്ടപ്പെടുത്തി, പുത്രത്വം നഷ്ടപ്പെടുത്തി. അതായത് നമുക്ക് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ കാണുന്ന ഇങ്ങനെയാണ്: മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. അത് തന്നെയാണ് 4-ാം അധ്യായം 1-ാം വാക്യം ഗലാത്യർ 4:1 പറയുന്നത്. അവകാശി സർവത്തിനും യജമാനൻ. അപ്പൊ മകനാകൊണ്ട് അവകാശിയായിട്ടും അവകാശിയായതുകൊണ്ട് സകലത്തിനും യജമാനനായിട്ടും ആദാമിനെ ദൈവം വെച്ചിരിക്കുക. എന്നാൽ ആദം എപ്പോഴാണോ അവകാശി, പുത്രൻ എന്ന് പറയുന്ന പദവിയിൽ നിന്ന് വീണുപോയത്, പുത്രൻ എന്ന പദവിയിൽ നിന്ന് ആദം വീണു പോയതോടുകൂടെ എന്ത് നഷ്ടപ്പെട്ടു? അവനുണ്ടായിരുന്ന അധികാരം നഷ്ടപ്പെട്ടു. ലോകാവകാശിയാകുമെന്നുള്ള ലോകത്തിന് മേൽ അവകാശം, ലോകത്തിന് മേൽ ആധിപത്യം, അവൻ പറയുന്ന പോലെ സകലതും നിയന്ത്രിക്കപ്പെടുന്ന ആ ഒരു പദവിയിൽ നിന്ന് ആദാം വീണുപോയി. അങ്ങനെ ആദാം വീണുപോയ ആ ഒരു സാഹചര്യം, അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നത്തതിൽ ആദാമിനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നു. അവൻ തന്നെ നഗ്നനാണെന്ന് അറിയുന്നു, ഭയപ്പെടുന്നു. ദൈവം സൃഷ്ടിച്ചപ്പോൾ ആദാമിന് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെയും ഇവിടെ നഷ്ടപ്പെടുന്ന ആദാമിനെ നമ്മൾ കാണുന്നു. അപ്പൊ അങ്ങനത്തെ ആദാമിനോട് ദൈവം പറഞ്ഞു തോട്ടത്തിൽ നിന്ന് പുറത്താകാനായിട്ട്. അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്നാണ്. പിന്നത്തെ നമുക്കറിയാം കായീനും ആബേലും തമ്മിലുണ്ടാകുന്ന പ്രയാസവും, കായീൻ ആബേലിനെ കൊല്ലുന്നു, ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ ആ തലമുറയിൽ നിന്ന് അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തിട്ട് റോമർ 3:14 നമ്മൾ കാണുന്നു, 4:13 നമ്മൾ കാണുന്നു, ലോകാവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം. അപ്പോ അബ്രഹാമിന് ദൈവം ആദാം നഷ്ടപ്പെടുത്തിയ ലോകാവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിന് ദൈവം നൽകി. ഈ അബ്രഹാമിനോട് ദൈവം എവിടെ വെച്ചാണ് സംസാരിച്ചത്? നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 7-ാം അധ്യായത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 7-ാം അധ്യായത്തിൽ നമുക്കത് അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവൻ മെസ്സപ്പൊത്തോമിയിൽ വെച്ച്, അതായത് അബ്രഹാം മെസ്സപ്പൊത്തോമിയിൽ ഇരുന്ന 2-ാമത്തെ വാക്യം, അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരും ആയുള്ള പുരുഷന്മാരെ കേൾപ്പിൻ, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ നിന്ന് വന്ന് പാർക്കും മുമ്പേ മെസ്സപ്പൊത്തോമിയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. അപ്പൊ അവിടെ അബ്രഹാമിന് ദൈവം വെളിപ്പെട്ടത് മെസ്സപ്പൊത്തോമിയിൽ വെച്ച് തന്നെ, അവന്റെ ഊരിൽ വെച്ച് തന്നെ അവന് പ്രത്യക്ഷനായി. അവിടെ വെച്ച് വെളിപ്പെട്ടു. അവിടെ വെച്ച് ദൈവം അവന് വെളിപ്പെട്ടു, ദൈവം അവന് പ്രത്യക്ഷനായി. പക്ഷെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഉൽപ്പത്തി പുസ്തകത്തില് അതിന്റെ 11-ാം അധ്യായത്തിൽ നമ്മളത് അവിടെ കാണുന്നുണ്ട്. അവന്റെ മൂത്ത സഹോദരൻ മരണപ്പെട്ടുപോയി. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 11-ാം അധ്യായം 27 മുതൽ തേരഹിന്റെ വംശപാരമ്പര്യമാവുന്നത്. തേരഹ് അബ്രഹാമിനെയും നാഹോറിനെയും ഹാരാനെയും ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കൽദയരുടെ ഒരു പട്ടണമായ ഊരിൽ വെച്ച് തന്നെ തന്റെ അപ്പനായ തേരഹിന് മുമ്പേ മരിച്ചു. അവിടെ വാഗ്ദത്തം പ്രാപിച്ചു, ലോകാവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിന് ലഭിച്ചു. പക്ഷേ അവിടെ അവന്റെ ജ്യേഷ്ഠ സഹോദരൻ അവിടെ വെച്ച് മരിച്ചു. പിന്നത്തെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അതിന്റെ 32-ാം വാക്യം, തേരഹിന്റെ ആയുഷ്കാലം 205 സംവത്സരമായിരുന്നു. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്ര മധ്യേ ഹാരാനിൽ വെച്ച് തേരഹ് മരിച്ചു. അപ്പൊ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം വാഗ്ദത്തം ലഭിച്ചതിന് ശേഷമുള്ള അവന്റെ യാത്രയിൽ അവന്റെ ശ്രദ്ധ മാറാനുള്ള പല കാര്യങ്ങളും അവന്റെ ജീവിതത്തിലുണ്ടായി. ഇവിടെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ വിളിച്ചൊരു വിളിയുണ്ട്. ആ വിളിയിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട്, ആ വിളിയിലേക്ക് തന്നെ ശ്രദ്ധ പതിപ്പിക്കാതിരിക്കാനായിട്ട് പലപ്പോഴും പലതരത്തിലുള്ള ചലഞ്ചുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷെ നമ്മുടെ അകത്തൊരു ഉറപ്പുണ്ടായിരിക്കണം,
ഈ വെല്ലുവിളികളെക്കാൾ വലുതാണ് എൻ്റെ മേൽ കിടക്കുന്ന വിളി എന്ന ബോധ്യം നമ്മുടെ അകത്തുണ്ടാവും. ഈ വെല്ലുവിളികളെക്കാൾ വലുതാണ് എൻ്റെ മേൽ കിടക്കുന്ന വിളി. ഈ വെല്ലുവിളികളെക്കാൾ വലുതാണ് എൻ്റെ മേൽ കിടക്കുന്ന വിളി. അപ്പൊ അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത്, അബ്രഹാം യാത്രയിൽ നമുക്കറിയാം, കാനാൻ വാഗ്ദത്ത ദേശത്ത് വന്നു. അവിടെ വന്നപ്പോഴും അവിടെ വർദ്ധിച്ച് ലോത്തിന്റെ ഇടയന്മാരും അബ്രഹാമിന്റെ ഇടയന്മാരും തമ്മിൽ വഴക്കുണ്ടായി. രണ്ടുപേരും രണ്ടായിട്ട് പിരിഞ്ഞു. ലോത്തിനോട് അബ്രഹാം പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവുക. അപ്പൊ ലോത്ത് കിഴക്ക് ഏറ്റവും ബെസ്റ്റ് സ്ഥലം തെരഞ്ഞെടുത്തു, അങ്ങോട്ട് പോയി. അവിടെ പോയി. അങ്ങനെ അവിടെ ചെന്ന് അവിടെ അങ്ങനെ പോയ സമയത്ത് അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാരമായി മാറി. അവന്റെ ഫോക്കസ്, അവന്റെ ശ്രദ്ധ നഷ്ടപ്പെടുത്തുക. പിന്നത്തെ നമുക്കറിയാം, സാറയെ അമാലേക്ക് പിടിച്ചുകൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ പിന്നെയും അതുപോലെ തന്നെ പ്രശ്നം ഉണ്ടാവും. പിന്നീട് നമുക്കറിയാം, കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നു, നാളുകളായി കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നു. ഹാഗറിന്റെ അടുക്കൽ പോകുന്നു, ഇസ്മായേൽ ജനിക്കുന്നു. ഇതെല്ലാം സാറ പറഞ്ഞിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. സാറയും ഹാഗറും തമ്മിൽ വീട്ടിനകത്ത് പ്രയാസം ഉണ്ടാകുന്നു. കുഞ്ഞ് ജനിച്ചതിന് ശേഷം വീണ്ടും അതികഠിനമായ പ്രയാസം ഭവനത്തിൽ ഉണ്ടാകും. ഇപ്പോഴും അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അവനെ വിളിച്ച വിളിയിൽ നിന്ന് ശ്രദ്ധ മാറാനുള്ള പല കാര്യങ്ങളും കൂടെ കൂടെ അബ്രഹാമിന്റെ ജീവിതത്തിലുണ്ടായി. അവനെ വിളിച്ച വിളിയിൽ നിന്നും കാര്യങ്ങൾ ദിശ തിരിക്കത്തക്കവണ്ണം പല സംഭവങ്ങൾ അബ്രഹാമിന്റെ ജീവിതത്തിലുണ്ടായി. എന്നാൽ അബ്രഹാമിനോട് ദൈവം കൂടെ കൂടെ പ്രത്യക്ഷനായി വെളിപ്പെട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് സന്തതിയെ തരും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ മേലൊരു വലിയ വിളി കിടപ്പുണ്ട്. ആ വിളിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിട്ട് പല തരത്തിലുള്ള വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. പക്ഷേ എത്ര വലിയ വെല്ലുവിളികൾ വന്നാലും നിങ്ങൾ ഒരിക്കലും മറക്കരുത്, നിങ്ങളോട് വാക്ക് പറഞ്ഞ ദൈവം നിവർത്തിപ്പാൻ ശക്തനാണ്. അതെ, ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് ചിലർ മാറ്റപ്പെട്ടു. അബ്രഹാമിന്റെ ജീവിത യാത്രയിൽ നിന്ന് ചിലർ മാറ്റപ്പെട്ടു. ഹാഗറും ഇസ്മായിലിനെ ഭവനത്തിൽ നിന്ന് ഇറക്കി വിടേണ്ടതായിട്ട് വന്നു. ലോത്ത് വേർപിരിഞ്ഞു. തേരഹ് മരിച്ചു. സാറയെ പിടിച്ചുകൊണ്ടുപോയി. അബ്രഹാമിന്റെ ജീവിതത്തെ നോക്കിക്കഴിഞ്ഞാൽ വെല്ലുവിളികളുടെ കൂമ്പാരമാണ്. എപ്പോഴും എന്തെങ്കിലും പ്രോബ്ലം അബ്രഹാമിന്റെ ജീവിതത്തിൽ. പക്ഷേ ദൈവം വെളിപ്പെട്ടപ്പോഴൊക്കെ, ദൈവം ഹല്ലേലൂയ പ്രത്യക്ഷമായപ്പോഴൊക്കെ ദൈവത്തിന് അബ്രഹാമിനോട് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ: ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ആ പ്രഷറിനകത്തൂടെ പോകുമ്പോൾ, ആ വെല്ലുവിളികളിൽ കൂടെ പോകുമ്പോൾ അബ്രഹാമിനെ വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, വാഗ്ദത്തം ഉണ്ടായിട്ടും അതിനെ നിവർത്തി പ്രാപിക്കാതെ തളർന്നിരിക്കുന്നവരാണോ നിങ്ങൾ? നിരാശപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? എല്ലാ വാതിലും അടഞ്ഞതുപോലത്തെ അവസ്ഥയിൽ കൂടെ പോകുന്നവരാണോ നിങ്ങൾ? ഒരു സാധ്യതയുമില്ല എന്ന് പറയുന്ന സാഹചര്യമാണ് നിങ്ങളുടെ. ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നിങ്ങളുടെ സാഹചര്യങ്ങൾ എത്ര മാത്രം നെഗറ്റീവ് ആയാലും വാക്ക് പറഞ്ഞ ദൈവം വാക്ക് മാറത്തില്ല. വാക്ക് പറഞ്ഞതാണോ? അവൻ വാക്ക് മാറുന്നവനല്ല. വിശ്വസ്തതയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. വിശ്വസ്തനാണ്. അത് വാക്ക് മാറത്തില്ല. ഇതുവരെയും നിങ്ങൾ ആളുകളുടെ മുമ്പിൽ മോശക്കാരനായിട്ട് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേ സ്ഥലത്ത് നിങ്ങളെ നല്ലവനാക്കി മാറ്റാൻ അവര് തന്നെ നിങ്ങളെക്കുറിച്ച് നല്ലവനെന്ന് പറയത്തപ്പോൾ നിങ്ങളെ മാറ്റാൻ കർത്താവിന് പറ്റും. നിങ്ങൾ ഒരു ഹാർഡ് വർക്കർ അല്ല, നിങ്ങളൊരു വിശ്വസ്തനല്ല, നിങ്ങൾ സത്യസന്ധരല്ല, അല്ലെങ്കിൽ നിങ്ങൾ മാന്യരല്ല, നിങ്ങൾക്കൊരു ദർശനമില്ല, നിങ്ങൾക്കൊരു പ്രാർത്ഥനാ ജീവിതം, നിങ്ങളെ ചിലപ്പോ പല കാര്യങ്ങൾ കൊണ്ട് ആളുകൾ നിങ്ങളെ കുറ്റപ്പെടുത്തി മുറിപ്പെടുത്തി, ഒരുപക്ഷെ നിങ്ങളുടെ സ്വന്തം വീട്ടിനകത്ത്, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ കോളേജിൽ, സ്കൂളിൽ, ഓഫീസിൽ, ബിസിനസ്സിൽ, കൂട്ടുകാരുടെ മധ്യ, ഭവനത്തിനകത്ത്, സഭയിൽ,
പക്ഷെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് ഒരു വിളി നിങ്ങളുടെ മേലിട്ടുണ്ട്. ആ വിളി നിങ്ങളുടെ മേലുള്ളിടത്തോളം എത്ര പ്രതിസന്ധികളും എത്രമാത്രം നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങൾ പിശാച് കൊണ്ടുവന്ന് ഇടാൻ നോക്കിയാലും നിങ്ങളോട് പറഞ്ഞ വാക്ക് അവൻ നിവർത്തിച്ചിരിക്കും. ഒരു സംശയം വേണ്ട, അവൻ അതിനെ നിവർത്തിച്ചിരിക്കും. എന്റെ ദൈവം അതിനെ നിവർത്തിച്ചിരിക്കും. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ ഭയന്ന് നിരാശപ്പെട്ട് തളർന്നിരിക്കാതെ അകത്തൊരു ബോധ്യം ഉണ്ടാകട്ടെ, എന്നെ നീതീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ചിന്തിച്ചു നോക്കിക്കേ, അബ്രഹാം സാറയെ കുറിച്ച് തന്റെ പെങ്ങളെന്ന്, സഹോദരി എന്ന് പറഞ്ഞ പരിചയപ്പെടുത്തുന്നു. ദൈവം അബ്രഹാമിന് സന്തതിയെ തരുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിനോട് എതിർത്ത് സംസാരിക്കുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന അബ്രഹാമിനെ നമ്മൾ കാണുന്നു. അപ്പൊ ആ അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ദൈവം സംശയാലുവായ, ദൈവത്തെ ചോദ്യം ചെയ്തവനായ ഇസ്മായേൽ ജീവനോടിരുന്നാൽ മതി, ഇനി കുഞ്ഞിനെ തന്നില്ലെങ്കിലും സാരമില്ല എന്ന് പറയുകയും ദൈവഭാഗെ ചിരിച്ച് ദൈവത്തെ പരിഹസിക്കുകയും ചെയ്ത അബ്രഹാമിനെ ദൈവം അവന്റെ ജീവിതത്തെ നീതിയായി കണക്കിട്ടു. അവന്റെ ജീവിതത്തെ ദൈവം നീതിയായി കണക്കിട്ടു. അവന്റെ വിശ്വാസം നീതിയായിട്ട് കണക്കിട്ടു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ഒറ്റപ്പെടലുകൾ എന്തിനാണെന്നറിയാം? നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് നിങ്ങളെ വഴിതെറ്റിക്കാനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അല്ല, നിങ്ങളെ ഒറ്റപ്പെടുത്തി, നിങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളെ ശക്തന്മാരായിട്ട് കർത്താവ് പറഞ്ഞ വിളിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനായിട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പലരുടെയും ജീവിതത്തിൽ ഈ ഒറ്റപ്പെടിയിൽ എന്ന് പറയുന്നത് വലിയ പ്രയാസമായിട്ട് മാറാറുണ്ട്. ഒറ്റപ്പെടുക പലരുടെയും ജീവിതത്തിൽ ഒറ്റപ്പെടിയിൽ എന്ന് പറഞ്ഞാൽ വളരെ വേദനാജനകം. കാരണം എന്താണെന്നറിയോ? അവരുടെ ജീവിതത്തിൽ ഈ ഒറ്റപ്പെടിയിൽ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിനകത്ത് അവര് വീക്ക് ആയതുകൊണ്ട്, അവർ വീക്ക് പേഴ്സണാലിറ്റി, ബലഹീന സ്വഭാവമുള്ളവർക്ക് ഒറ്റപ്പെടിയിൽ എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. പക്ഷേ ബലവാന്മാർക്ക്, ജ്ഞാനികൾക്ക് ഒറ്റപ്പെട്ടിരിക്കുന്ന അവർക്ക് ഏറ്റവും ഇഷ്ടം. അവർക്ക് പുസ്തകങ്ങൾ വായിക്കാനും ചിന്തിക്കാനും ഒക്കെ എഴുതാനും ഒക്കെ ഏറ്റവും നല്ലതായിട്ട് അവർ കാണുന്നത് ഒറ്റയ്ക്കിരിക്കുന്നതാണ്. നമ്മൾ ദൈവദിനത്തിൽ വായിച്ചു നോക്കിക്കേ, ദാവീദ്, യോസഫ് ഒറ്റപ്പെട്ടു അല്ലെ? ആ ഒറ്റപ്പെടിയിന്റെ നടുവിലാണ് അവരുടെ ജീവിതത്തിൽ യാക്കോബ്, മോശ, ആ ഒറ്റപ്പെടിയിലിന്റെ ആ ഒരു ഘട്ടത്തിലാണ് അവരെ ദൈവം പണിതെടുത്തായിട്ട് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തുമാകട്ടെ, നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല, വേർതിരിക്കപ്പെട്ടവർ. നിങ്ങൾ ഒറ്റപ്പെടിയിൽ അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല, വേർതിരിക്കപ്പെട്ടവരാണ്. ഈ സീസൺ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, നിങ്ങൾ എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രതികരണമല്ല നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം. എല്ലാ സാഹചര്യം നിങ്ങൾക്ക് എതിരായിരിക്കുമ്പോൾ നിങ്ങൾ പ്രതികരിക്കുന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തളർന്നു, നിരാശപ്പെട്ടു, ആമേൻ, ചോദ്യം ചെയ്യപ്പെട്ടു, കുറ്റപ്പെടുത്തപ്പെട്ടു, നിങ്ങൾ ഒറ്റപ്പെട്ട പോലെ തോന്നുന്നു. ഞാൻ പറയാം, ആ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഒറ്റപ്പെടുത്തിയവരെ കുറ്റം പറയരുത്, അവരെ ഓർത്ത് നന്ദി പറയണം. നന്നായി, കാരണം എനിക്ക് കൂടുതൽ ബലം പ്രാപിക്കാം, കൂടുതൽ എൻ്റെ ദൈവത്തെ ആശ്രയിക്കാൻ, കൂടുതൽ എൻ്റെ കർത്താവിനുള്ള ഉറപ്പ്. യെസ്, എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്. അവൻ ചുറ്റുപാടുകൾ ക്രമീകരിച്ചിട്ടല്ല എന്നെ ഉയർത്തുന്നത്, എന്നെ ഉയർത്തി എൻ്റെ ചുറ്റുപാടുകൾ ക്രമീകരിക്കുന്നവനാണ്. എനിക്ക് വേണ്ടി അവൻ ഒരുക്കിയിരിക്കുന്ന വഴികൾ ഏറ്റവും ശ്രേഷ്ഠമായതാണ്, എൻ്റെ ബുദ്ധിക്ക് അതീതമായത് അവൻ എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഈ ബോധ്യം എൻ്റെ അകത്ത് വേണം. ഇന്ന് ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെ ഹല്ലേലൂയ ഒറ്റപ്പെടൽ നിങ്ങൾക്കൊരു വേദനയായിരുന്നെങ്കിൽ ഇപ്പോൾ മുതൽ നിങ്ങൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ, നിങ്ങൾ ഒറ്റപ്പെടുത്തിയിരിക്കുകയല്ല, നിങ്ങളെ വേർതിരിച്ച് നിർത്തിയിരിക്കുക, കൂടുതൽ നിങ്ങളെ ബലവാന്മാരാക്കാനായിട്ട്. നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരെക്കാൾ നിങ്ങളുടെ മേൽ കിടക്കുന്ന വിളി വലുതാണ്. നിങ്ങളുടെ കൂടെ നിന്നവരെക്കാൾ നിങ്ങളുടെ മേൽ കിടക്കുന്ന അഭിഷേകം വലുതാണ്. ആമേൻ. നിങ്ങൾക്ക് കൂട്ടുകാരായിട്ടും നാട്ടുകാരായിട്ടും എൻകറേജ്മെന്റ് ഒക്കെ ആയിട്ട് നിന്ന അവരെക്കാൾ നിങ്ങളുടെ ദർശനം വലുതാണ്. ആകയാൽ തലകുനിക്കരുത്, തളർന്നു പോകരുത്, നിരാശപ്പെടരുത്, ഹല്ലേലൂയ, വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ അകത്ത് ഒരു ഉറപ്പുണ്ടാകട്ടെ,
എന്നെ വിളിച്ച ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി വലുതാണ്. അപ്പോഴും രണ്ട് കാര്യം, ഹല്ലേലൂയ, നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന എന്തിനാണെന്നറിയോ? നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആകാനായിട്ട്. നിങ്ങളെ വിളിച്ച വിളിയിൽ നിങ്ങൾ കൂടുതൽ കേന്ദ്രീകരിച്ച് നിങ്ങൾ അങ്ങോട്ട് മാത്രം ശ്രദ്ധ പതിപ്പിക്കാനായിട്ട് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നു, നിങ്ങളെ വേർതിരിച്ച് നിർത്തിയിരിക്കുന്നു. പക്ഷെ അത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങളുടെ വിളിയിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ആ ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകരുത്. എന്നെ ഒറ്റപ്പെടുത്തിയവർ ഇവര് കാരണമാണ്, ഇവരെല്ലാം കൂടെ എന്നെ ഒറ്റപ്പെടുത്തി, എന്നെ കുറ്റം പറഞ്ഞു, എന്നെ തകർത്തു. ഇല്ല, നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളെ വിളിച്ച വിളിയിലേക്കാകട്ടെ. നിങ്ങളെ കൊണ്ട് അസാധാരണ കാര്യങ്ങൾ, ഈ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തുള്ള പ്രതികരണമില്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു അനുഗ്രഹമായി തീരും. ഒരു സംശയമില്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യും. കർത്താവിന്റെ ജീവിതത്തിൽ അവര് ഒറ്റപ്പെട്ട്, ദർശനമുണ്ട്, പക്ഷെ എല്ലാ കാര്യങ്ങളിലും ഒറ്റപ്പെട്ട്, സാഹചര്യങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നവരെങ്കിൽ കർത്താവ് ദിവസങ്ങളിൽ നിന്റെ വലിയ മഹത്വം അവരുടെ ജീവിതത്തിലേക്ക് ഒഴുകട്ടെ. ആ ഒറ്റപ്പെടലുകളുടെ നടുവിലും ഹല്ലേലൂയ, നിന്റെ സ്നേഹം ആഴത്തിലൊന്ന് അറിയാനായിട്ട്, നിന്റെ മഹത്വത്തെ ആഴത്തിൽ തിരിച്ചറിയേണ്ടവരെ സഹായിക്കും. കർത്താവെ, ആ ഒറ്റപ്പെടാൻ കാരണമായതിലേക്ക് ശ്രദ്ധിച്ച് ആ വിളിയിൽ നിന്ന് മാറിപ്പോകാതെ, ആ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് വിളിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് എന്നെ വിളിച്ച കർത്താവിന്റെ ഒരു വലിയ പദ്ധതി ഉണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി ചുവടുകൾ വെപ്പാൻ സഹായിക്കണം. എല്ലാ ഭാരങ്ങളും അവരെ വിട്ടു മാറിപ്പോകട്ടെ. അവരുടെ വിളിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കത്തക്കൊണ്ടായിട്ടുള്ള മുറിവുകൾ, ഭാരം, നിരാശ, രോഗം, ദാരിദ്ര്യം എല്ലാം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തെ വിട്ടുമാറട്ടെ. അവർ നിന്ദിക്കപ്പെട്ടെടുത്ത്, അവരുടെ അബദ്ധങ്ങൾ കൊണ്ട് തന്നെ, അവരുടെ കുറവുകൾ കൊണ്ട് തന്നെ അവരൊരുപക്ഷെ ആളുകളുടെ മുമ്പിൽ നിന്ദയായി മാറിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതേ സ്ഥലത്ത് ഇവരെ മാനിച്ച് അവരുടെ തല ഉയർത്തി അവരെ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഗൗരവത്തോടെ നിർത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. മാനിച്ച് ആമേൻ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, സകലവിധ നന്മകളുണ്ട്, സകല അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നിറവിൽ സൂക്ഷിക്കണം. ഈ ദിവസം കർത്താവ് അത്ഭുതകരമാരുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവ്, ഒരു വലിയ ദൈവമഹത്വത്തെ എൻജോയ് ചെയ്യുന്ന ദിവസമായിട്ട് ഈ ദിവസത്തെ മാറ്റിയതിനായിട്ട് നന്ദി പറയുന്നു. നിങ്ങളുടെ കരങ്ങളേൽപ്പിക്കുന്നു. എല്ലാ മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാലും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവിന്റെ, ഒരു വലിയ ടേണിംഗ് പോയിന്റിന്റെ ദിവസങ്ങളായിട്ട് ഈ ദിവസങ്ങളെ കർത്താവ് മാറ്റട്ടെ. എല്ലാ നന്മകളും കൊണ്ടും സമൃദ്ധി കൊണ്ടും നിറവ് കൊണ്ടും കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ വിളിയിലേക്കാകട്ടെ. നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരിലേക്കല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ വേർതിരിച്ച് നിർത്തിയവരിലേക്ക് നോക്കുക. ജയമുണ്ട്. ഗാഡ് ബ്ലസ് യു. ആമേൻ.